എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു USB ഫ്ലാഷ് ഡ്രൈവ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ. എന്താണ് ഒരു USB ഫ്ലാഷ് ഡ്രൈവിൽ ഇത്ര പരിചയപ്പെടുത്താൻ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള USB ഫ്ലാഷ് ഡ്രൈവ് ആണ്. കിങ്സ്റ്റന്റെ അയൺ കീ ലോക്കർ 50+ എന്ന് പറയുന്ന ഹാർഡ്വെയർ എനേബിൾഡ് സെക്യൂരിറ്റി ഉള്ള ഒരു സവിശേഷമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഡാറ്റ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്. 256 ബിറ്റ് AES എൻക്രിപ്ഷൻ ഉള്ളത്. അത് XTS എന്ന് പറയുന്ന ബ്ലോക്ക് സൈഫർ മോഡിലാണ് വർക്ക് ചെയ്യുക. ഈ ഒരു ഫ്ലാഷ് ഡ്രൈവിൻ്റെ ഉള്ളിൽ ഡിജിറ്റലി സൈൻഡ് ഫേംവെയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ബാഡ് USB അറ്റാക്ക് പോലുള്ള അറ്റാക്കുകൾ ഇല്ലാതാക്കാനായിട്ട് അതുകൊണ്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് 2 ലെവൽ ഓഫ് യൂസേഴ്സിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് അഡ്മിൻ ലെവൽ, അതുപോലെ തന്നെ യൂസർ ലെവൽ. ഇതിൻ്റെ ഓണർക്ക്, അതായത് ഇപ്പോൾ ഒരു കമ്പനിയാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ അവരുടെ ഓണർ അല്ലെങ്കിൽ പ്രൊമോട്ടർക്ക് അഡ്മിൻ യൂസറായിട്ടും, അതുപോലെ എംപ്ലോയീസിന് യൂസർ എന്നുള്ള ലെവലിലും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡിജിറ്റലി സൈൻഡ് ആയിട്ടുള്ള ഫേംവെയർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബാഡ് USB അറ്റാക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കും ഇതിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് പല പ്രാവശ്യം പല പാറ്റേണിലുള്ള പാസ്വേഡുകൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇതുപോലുള്ള സെക്യൂരിറ്റി സിസ്റ്റം ഓപ്പൺ ചെയ്യുന്നതിനെയാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുക. 10 തവണയിലധികം തെറ്റായിട്ടുള്ള പാസ്വേഡ് യൂസർ ലെവലിൽ അടിക്കുകയാണെങ്കിൽ ആ യൂസർ ലോക്കായി പോകുന്ന ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഇതിലുള്ളത് കൊണ്ട് തന്നെ ഈ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് നടക്കില്ല. ഇത് നേരെ മറിച്ച് അഡ്മിൻ ലെവലിലാണ് ഈ 10 പ്രാവശ്യത്തിലും കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ഇതിലെ ഡാറ്റ മുഴുവൻ ഇറേസായി പോകാനും ഇതിലെ സെക്യൂരിറ്റി ഫേംവെയറിലൂടെ നടക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റ 100% സേഫായിട്ട് വെക്കാനായിട്ട് പറ്റും. വിചാരിക്കാത്ത ഒരാളുടെ കയ്യിൽ ഇത് എത്തുന്നില്ല എന്നുള്ളത് നമുക്ക് 100% ഉറപ്പിക്കാനായിട്ട് പറ്റും. വെർച്വൽ കീബോർഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ കീ ലോഗർ, അതുപോലെ സ്ക്രീൻ ലോഗർ, ഇതുപോലുള്ള മോൺസ്റ്റർ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളുടെ ഒരു അറ്റാക്ക് ഇതിനുണ്ടാവില്ല. കീ ലോഗർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ എന്ത് കീബോർഡിൽ അടിച്ചാലും അത് റെക്കോർഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളുണ്ട്, മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. സ്ക്രീനിൽ എന്ത് കണ്ടാലും, എന്ത് ക്യാരക്ടർ കണ്ടാലും അത് റെക്കോർഡ് ചെയ്യുന്ന സ്ക്രീൻ ലോഗേഴ്സും ഉണ്ട്. ഈ 2 സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്താലും ഈ വെർച്വൽ കീബോർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാസ്വേഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കത് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അതൊരു സെക്യൂരിറ്റി ലെവലാണ്. വളരെ സവിശേഷമായിട്ടുള്ള വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കോണ്ടാക്ട് ഇൻഫർമേഷൻ ഈ ഒരു ഫേംവെയറിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം ഇതിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ പെൻഡ്രൈവ് എങ്ങാനും കളഞ്ഞു പോവുകയാണെങ്കിൽ അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ എത്താനുള്ള സാധ്യതകളുണ്ട്. USB ഡ്രൈവ് ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർ തിരിച്ച് നമുക്ക് തരാനുള്ള, അവർക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിൽഡാണ് ഇതിലുള്ളത്. മെറ്റൽ കേസിംഗ് ആണ്. അതുപോലെ തന്നെ അതിനൊരു ക്യാപ്പ് ഉണ്ട്. വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇതിലുള്ള ഡാറ്റ മുഴുവൻ നമ്മളുടെ OneDrive പോലുള്ള ക്ലൗഡ് ഓപ്ഷൻസിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നല്ല സ്പീഡുള്ള 3.2 USB 3.2 സ്റ്റാൻഡേർഡിൽ വർക്ക് ചെയ്യുന്ന പെൻഡ്രൈവ് ആണിത്. 145 MB/s ആണ് ഇതിൻ്റെ റീഡ് സ്പീഡ്. അതുപോലെ തന്നെ 115 MB/s ആണ് ഇതിൻ്റെ റൈറ്റ് സ്പീഡ്. വിൻഡോസിലും മാക്OSലും വളരെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളില്ല. അതുപോലെ തന്നെ 16, 32, 64, 128 എന്നീ എല്ലാ സൈസുകളിലും അവൈലബിൾ ആണ്. അത് മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല മെമ്മറി ചിപ്പുകൾ, മെമ്മറി കാർഡുകൾ, SSDകൾ ഉണ്ടാക്കുന്ന കിങ്സ്റ്റൺ എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് തന്നെയാണ്. ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, എൻ്റർപ്രൈസ് ലെവലിൽ കുറെ കൂടി സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്തിട്ടുള്ള ഫ്ലാഷ് ഡ്രൈവുകളും കിങ്സ്റ്റൺ മാനുഫാക്ചർ ചെയ്ത് സെല് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു പാർട്ട്ണറാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റി എന്ത് അറിയണം എന്നുണ്ടെങ്കിലും നമ്മളുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റ്സുമായിട്ട്, ടെക്നിക്കൽ അപ്ഡേറ്റ്സുമായിട്ട് ഇനിയും വരാം. താങ്ക് യു സോ മച്ച്.